തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ബംഗ്ലാദേശിൽ കനത്ത പ്രതിസന്ധി. ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ തലവൻ മുഹമ്മദ് യൂനൂസിന്റെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ വെള്ളിയാഴ്ച രാത്രി വൈകിയും കനത്ത സംഘർഷം അരങ്ങേറി. വിവിധ രാഷ്ട്രീയ ഗ്രൂപ്പുകൾ തമ്മിലുള്ള തർക്കം തെരുവ് യുദ്ധമായി മാറിയതോടെ ധാക്ക നഗരം അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചു. ബംഗ്ലാദേശിൽ അടുത്ത കലാപത്തിനുള്ള എല്ലാ സാധ്യതകളും പൊങ്ങിവരികയാണ്. ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ പതനത്തിന് ശേഷം സമാധാനം പുനഃസ്ഥാപിക്കുമെന്ന് അവകാശപ്പെട്ട് അധികാരമേറ്റ യൂനൂസ് ഭരണകൂടത്തിന് കീഴിൽ രാജ്യം കടുത്ത അരാജകത്വത്തിലേക്ക് നീങ്ങുകയാണെന്നതിന്റെ തെളിവാണ് ഈ അക്രമ സംഭവങ്ങൾ. മുഹമ്മദ് യൂനൂസിന്റെ വസതിയായ യമുനയ്ക്ക് മുന്നിൽ തടിച്ചുകൂടിയ നൂറുകണക്കിന് പ്രതിഷേധക്കാർ സുരക്ഷാ വേലികൾ തകർക്കാൻ ശ്രമിച്ചതോടെയാണ് സംഘർഷം ആരംഭിച്ചത്. ലാത്തിചാർജും കണ്ണീർ വാതക പ്രയോഗവും നടത്തിയാണ് പോലീസ് ആൾക്കൂട്ടത്തെ പിരിച്ചുവിട്ടത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ അനിശ്ചിതത്വവും രാജ്യത്തെ ക്രമസമാധാന നില തകർന്നതുമാണ് പ്രക്ഷോഭകരെ ചൊടിപ്പിച്ചത്. ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ തടയുന്നതിൽ യൂനൂസ് സർക്കാർ പരാജയപ്പെട്ടുവെന്ന ആക്ഷേപം ശക്തമായിരിക്കെയാണ് ഭരണകൂടത്തിന്റെ സിരാ കേന്ദ്രത്തിന് നേരെ തന്നെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അയൽ രാജ്യത്തെ ഈ അസ്ഥിരത ഭാരതത്തിന്റെ അതിർത്തി സുരക്ഷയെയും ആഭ്യന്തര സമാധാനത്തെയും ബാധിക്കുമെന്നതിനാൽ വൻ ജാഗ്രതയിലാണ് ഇന്ത്യ. ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലത്ത് ഇന്ത്യയുമായി നിലനിന്നിരുന്ന സൗഹൃദവും സഹകരണവും തകർക്കാൻ ചില വിദേശ ശക്തികളുടെ സഹായത്തോടെയാണ് ബംഗ്ലാദേശിൽ അട്ടിമറി നടന്നതെന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട്. ധാക്കയിലെ തെരുവുകളിൽ ചോരപ്പുഴ ഒഴുകുമ്പോൾ മുഹമ്മദ് യൂനൂസ് അന്താരാഷ്ട്ര പിന്തുണയ്ക്കായി നെട്ടോട്ടമോടുകയാണ്. എന്നാൽ ആഭ്യന്തരമായ എതിർപ്പുകൾ അടിച്ചമർത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ രാഷ്ട്രീയ വൈരാഗ്യം രൂക്ഷമായതോടെ വരും ദിവസങ്ങളിൽ കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയെന്നാണ് രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ. അതേസമയം സ്വതന്ത്രാനന്തര ബംഗ്ലാദേശ് കണ്ട ഏറ്റവും സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് ആ രാജ്യം ഇപ്പോൾ കടന്നു പോകുന്നത്. ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ പതനത്തിനു ശേഷം മുഹമ്മദ് യൂനൂസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല ഭരണകൂടം മേൽനോട്ടം വഹിക്കുന്ന 2026 പൊതു തെരഞ്ഞെടുപ്പ് രാജ്യത്തിന്റെ ഭാവി ഭാഗധേയം നിർണ്ണയിക്കും. രാഷ്ട്രീയ അസ്ഥിരതകളിൽ നിന്നും വിപ്ലവകരമായ മാറ്റങ്ങളിൽ നിന്നും ബംഗ്ലാദേശ് ഒരു സുസ്ഥിര ഭരണക്രമത്തിലേക്ക് മടങ്ങുമോ എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഉയർത്തുന്ന പ്രധാന ചോദ്യം. 2024 ഓഗസ്റ്റിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ബഹുജന പ്രക്ഷോഭമാണ് ഈ രാഷ്ട്രീയ ഭൂചലനത്തിന് തുടക്കമിട്ടത്. ദീർഘകാലമായി അധികാരത്തിലിരുന്ന ഷെയ്ഖ് ഹസീനയുടെ സർക്കാർ നാടകീയമായി തകർന്നു വീണപ്പോൾ രാജ്യം ഒരു അപൂർവമായ പരിവർത്തന ഘട്ടത്തിലേക്ക് കടന്നു. ഈ പ്രസ്ഥാനം ആഭ്യന്തരമായി രണ്ടാം സ്വാതന്ത്ര്യം എന്ന പേരിലാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. അധികാര കേന്ദ്രീകരണം, ഉത്തരവാദിത്തത്തിന്റെ അഭാവം, ജനാധിപത്യ നിയമസാധുത തുടങ്ങിയ വിഷയങ്ങളിൽ ഈ പ്രക്ഷോഭം ഉയർത്തിയ ചോദ്യങ്ങൾ ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ ഘടനയെ തന്നെ പുനർനിർവചിച്ചു. അത്തരമൊരു പശ്ചാത്തലത്തിലാണ് 2026 ഫെബ്രുവരി 12 നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പ്. ബംഗ്ലാദേശ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥിരീകരിച്ച പ്രകാരം രാവിലെ 7:30 മുതൽ വൈകുന്നേരം 4:30 വരെ നീളുന്ന വോട്ടെടുപ്പ് മുൻ തെരഞ്ഞെടുപ്പുകളെക്കാൾ ദൈർഘ്യമേറിയതാണ്. പാർലമെന്ററി തെരഞ്ഞെടുപ്പിനൊപ്പം ഭരണഘടനാ റഫറൻഡുകളും ഒരേ ദിവസം നടത്തേണ്ടതായതിനാൽ വോട്ടിംഗ് പ്രക്രിയ അസാധാരണമായി സങ്കീർണമാണെന്ന് കമ്മീഷൻ തന്നെ സമ്മതിക്കുന്നുണ്ട്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.